ഞാനിവിടെ കഴുകി വൃത്തിയാക്കിയ കക്ക ഇതിൽ ഇടുന്നുണ്ട്. കഴുകി മണ്ണൊക്കെ കളഞ്ഞ്, പിന്നെ ഈ കക്കയുടെ ഉള്ളിലൊരു കറുത്ത ഒരു ഇതുണ്ടാവും, അതൊക്കെ നല്ല വൃത്തിയായിട്ട് ഇങ്ങനെ ഞെക്കിയാൽ പോരും. അതൊക്കെ എല്ലാം കളഞ്ഞ് ഇതിൽ പാനിൽ ഇടുന്നുണ്ട്. അപ്പം ഈ നമുക്ക് ചെറിയ കക്ക കിട്ടണമെന്ന് വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് വൃത്തിയാക്കാനായിട്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ചിലർക്ക് കക്ക കഴിക്കാൻ ഇഷ്ടമായിരിക്കും, പക്ഷെ വൃത്തിയാക്കാൻ മടിയായിട്ട് വെക്കാണ്ടിരിക്കുന്നവരുണ്ടായിരിക്കും. ചിലർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, ആരെങ്കിലും ഉണ്ടാക്കി തരികയാണെങ്കിൽ കഴിക്കാമെന്ന്. പക്ഷെ നമ്മൾ തന്നെ ഉണ്ടാക്കി നമ്മൾ ആർക്കെങ്കിലും സെർവ് ചെയ്യുമ്പോൾ അവർ നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറയുന്ന ആ സന്തോഷവും ഇതൊക്കെ ആരെങ്കിലും വെച്ച് തരുമ്പോൾ കിട്ടില്ല. അപ്പം മടിയാണെങ്കിലും എല്ലാവരും കക്ക കിട്ടുകയാണെങ്കിൽ ട്രൈ ചെയ്യാം. അപ്പം നമ്മൾ വൃത്തിയാക്കിയ കക്കയിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ പാകത്തിന് ഉപ്പും. ഇപ്പം ഞാനിവിടെ കുറച്ച് ഒരു 1.5 ടീസ്പൂണോളം ഉപ്പ് ചേർത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് മാത്രം വെള്ളം ചേർത്താൽ മതി. കാരണം ഇത് വേവാനുള്ള വെള്ളം മാത്രം. കാരണം ഇത് നമ്മൾ ഫ്രൈ ആക്കി എടുക്കാനാണില്ല. അപ്പോൾ അത് ഓവർ വെള്ളമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ വെള്ളം പിന്നെ ഊറ്റി കളയേണ്ടി വരും. അപ്പോൾ അത് വേവാനുള്ള വെള്ളം, ഏകദേശം ഒരു കക്ക ഇങ്ങനെ നകിക്കണ വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് വേവാനുള്ള വെള്ളം മാത്രം മതി. അത് വേവാനുള്ള വെള്ളം ഒഴിച്ച് ഒന്ന് മഞ്ഞളൊക്കെ ഒന്ന് നന്നായി എല്ലാ ഭാഗത്തും പിടിക്കാനായിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്ത്, ഞാൻ ഇങ്ങനത്തെ പാത്രത്തിൽ സ്പൂണിട്ട് ഇളക്കി കൊടുക്കാൻ പാടില്ല കേട്ടോ. ഇങ്ങനത്തെ കോട്ടിങ്ങുള്ള പാത്രത്തിൽ നമ്മൾ ഇളക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മറ്റേ കയ്യിൽ വേണം ഉപയോഗിക്കാനായിട്ട്. കോട്ടിങ്ങുള്ള പാത്രം ശ്രദ്ധിക്കുക. കോട്ടിങ്ങുള്ള പാത്രത്തിൽ സ്പൂൺ ഉപയോഗിക്കരുത്. എന്നിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് നമ്മൾ മൂടി വെച്ച് വേവിക്കാം. അപ്പോൾ ഈ കക്ക നമ്മൾ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കക്ക വേവണ സമയം കൊണ്ട് നമുക്ക് അത് ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ടുള്ള ഉള്ളിയും പച്ചമുളകും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ നമുക്ക് ചെറുതായി മുറിച്ചെടുക്കാം. ഇപ്പം ഇഞ്ചി വെളുത്തുള്ളി ഞാനിവിടെ ഇപ്പം ഒരു 3 പീസ് മാത്രം എടുത്തിട്ടുള്ളൂ. ഇത് കൂടാണ്ട് കുറച്ചും കൂടി 5-6 പീസ് വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയും കൂടിയിട്ട് നമുക്ക് ചതച്ചിട്ടും കൂടി അതിൽ ചേർത്താൽ ഒന്നും കൂടി ടേസ്റ്റ് കൂടും. പിന്നെ നമുക്ക് ദഹനത്തിനൊക്കെ നല്ലതുമാണ് അത്. അപ്പോൾ ഈ ചിലർ ഈ ചെറിയ ഉള്ളിക്ക് പകരം സബോള ചേർക്കാറുണ്ട്. അപ്പം നമ്മൾ ചെറിയ ഉള്ളി തൊലിയൊക്കെ കളയാനായിട്ട് സമയമുണ്ടെന്ന് വെച്ചാൽ ഏറ്റവും നല്ലത് ചെറിയ ഉള്ളിയാണ്. സബോളേനേക്കാളും ടേസ്റ്റ് ചെറിയ ഉള്ളിയാണ്. ഇപ്പം നമുക്ക് ടേസ്റ്റ് ഡിഫറൻസ് ശരിക്കും മനസ്സിലാവും. സബോളയ്ക്ക് പകരം ചെറിയ ഉള്ളി അല്ലെങ്കിൽ ചെറിയ ഉള്ളിക്ക് പകരം സബോള ചേർക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ മനസ്സിലാവും ചെറിയ ഉള്ളിയാണ് കൂടുതൽ ടേസ്റ്റ് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇതൊന്ന് ചെറുതായി അരിയുക, എല്ലാവരും ചെറുതായിട്ട് അരിയുക. അതേപോലെ പച്ചമുളക് ഇത് ഇങ്ങനെ നീളത്തിൽ മുറിക്കുക. എല്ലാ പച്ചമുളകും ഇങ്ങനെ നീളത്തിൽ മുറിക്കുക. എന്നിട്ട് നമുക്കിത് ചട്ടിയിൽ ഓയിൽ ഒഴിച്ചിട്ട് ഇതൊന്ന് ചെറുതായിട്ട് വാടണം. അതുപോലെ ഇഞ്ചി ചെറുതായിട്ട് മുറിക്കുക. പിന്നെ നിങ്ങൾക്ക് നേരമില്ല ചെറിയ ഉള്ളി മുറിക്കാനായിട്ട് നേരമില്ല എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് നമുക്ക് സബോള ചേർക്കാം. ഇപ്പോൾ നമുക്ക് പെട്ടെന്നൊരു ഗസ്റ്റ് വരുന്ന കുറേ ചെറിയ ഉള്ളി തൊലി കളയാനൊന്നും നേരില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ല, സബോള ചേർക്കാം. ടേസ്റ്റിലൊരു ചെറിയ കുറവുണ്ടാവും. എന്തായാലും ചെറിയ ഉള്ളി ചേർക്കുന്ന ടേസ്റ്റ് എന്തായാലും സബോള ചേർത്ത് നമുക്ക് കിട്ടില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ കക്ക വേവാനായിട്ട് നമ്മൾ വെച്ചിട്ടുണ്ട്. ഒരു 10-12 മിനിറ്റിനുള്ളിൽ വേവും. ആ വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിൽ കുറച്ച് ഓയിൽ ഒഴിക്കാം. കുറച്ച് ഓയിൽ ഒഴിച്ചതിന് ശേഷം നമ്മളിപ്പോൾ അരിഞ്ഞ് വെച്ചേക്കുന്ന ഈ ചെറിയ ഉള്ളി പച്ചമുളക് സബോള സാധനം ഒക്കെ വെളുത്തുള്ളി ഒക്കെ നമുക്ക് ഇതിലിടാം. എന്നിട്ട് ഇളക്കി കൊടുക്കാം. ഉപ്പ് ഇനി ചേർക്കണ്ട, ഞാൻ നേരത്തെ തന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഉപ്പ് കുറവാണ് നിങ്ങൾ ചേർത്തിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഇത് വാട്ടുന്ന സമയത്ത് കുറച്ച് ഉപ്പ് ചേർക്കാം. ഞാൻ ആദ്യമേ 1.5 ടീസ്പൂൺ ഉപ്പ് ചേർത്തത് കൊണ്ട് ഇതിലിപ്പോൾ കോക്കനട്ട് ഇട്ടിട്ട് ഫ്രൈ ചെയ്താലും അത് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പുണ്ടായിരിക്കും.
ഉപ്പ് അധികമായി കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഉപ്പ് ചേർക്കുമ്പോൾ നമ്മൾ ആവശ്യത്തിനനുസരിച്ച് ചേർത്താൽ മതി. പിന്നെ ഉപ്പിനൊക്കെ ഓരോരുത്തർക്കും ഓരോ പാകമാണ്. എന്തായാലും അധികം ഉപ്പ് ആർക്കും പറ്റില്ല, അധികം ഉപ്പ് ആർക്കും നല്ലതുമല്ല, കഴിക്കാനും പറ്റില്ല. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വാടി വരുമ്പോൾ നമ്മളിതിൽ കുറച്ച് ചിരകി വെച്ചേക്കുന്ന കോക്കനട്ട് ചേർക്കണം. ഇതിന് കോക്കനട്ട് ഒരു ഹാഫ് തേങ്ങയുടെ കോക്കനട്ട് എടുത്തിട്ട് ചേർത്താൽ മതി. അധികമൊന്നും ചേർക്കണ്ട, ഹാഫ് തേങ്ങയുടെ കോക്കനട്ട് എടുത്തിട്ട് ചേർക്കാം. പിന്നെ 1 കിലോളം കാമുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ എത്ര നമ്മൾ കക്ക എടുക്കണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് കോക്കനട്ട് ചേർക്കുക. അപ്പോൾ ഞാനെടുത്ത കക്കയ്ക്ക് ഈ അരമുറി തേങ്ങ ചിരകിയത് എന്തായാലും മതിയാവും. പിന്നെ ഇതൊക്കെ ഞാനൊരു ഉണ്ടാക്കുന്ന രീതി മാത്രമേ പറയുന്നുള്ളൂ. പിന്നെ അളവുകളൊക്കെ നമുക്ക് ഓരോ ടേസ്റ്റും ഇഷ്ടങ്ങളൊക്കെ ഉണ്ടാവില്ല. ചിലർക്ക് അധികം കോക്കനട്ട് ചേർത്താൽ ഇഷ്ടമുണ്ടാവില്ല, അല്ലെങ്കിൽ ചിലർക്ക് കോക്കനട്ടിന് അലർജി ഉള്ളവരുണ്ടാവും. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് അതാക്കുക. അത് നന്നായിട്ടൊന്ന് വാടി വരുന്നുണ്ട്. ആ സമയത്ത് നമുക്ക് ചേർക്കാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അപ്പോൾ ഇതിൽ മുളക് പൊടി 1 ടീസ്പൂണോളം എടുത്തിട്ടുണ്ട്. കാരണം പച്ചമുളക് ചേർത്തിട്ടുണ്ട്, അപ്പോൾ അവർ എരിവ് വേണ്ട. ഗരം മസാലപ്പൊടി 1/4 ടീസ്പൂണ്. മഞ്ഞൾപ്പൊടി ഞാൻ നേരത്തെ ചേർത്തിട്ടുണ്ട് വേവിക്കുമ്പോൾ, അപ്പോൾ മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ ചേർത്താൽ മതി. പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഞാൻ പിന്നെയും ഒരു 3/4 ടീസ്പൂണോളം എടുത്തിട്ടുണ്ട്. പിന്നെ മല്ലിപ്പൊടി കുറച്ച് അധികം ചേർത്തിട്ടുണ്ട്, ഒരു 1.5 ടീസ്പൂണോളം മല്ലിപ്പൊടി ഉണ്ട്. ഇതൊക്കെ ഇതിൽ ഒന്ന് ചേർത്ത് മൂപ്പിക്കുക. അപ്പോൾ നമ്മൾ കക്ക റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കക്ക വെന്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ കക്ക നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് എടുക്കുകയാണ്. അപ്പം നിങ്ങൾ നന്നായി മിക്സ് ചെയ്യണം. ഈ മസാലയിൽ കോക്കനട്ടും മസാലയിൽ നല്ല മിക്സ് ചെയ്യണം. നിങ്ങൾ ഈ വേവിക്കുമ്പോൾ വെള്ളം അധികം ആയിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ പാകത്തിന് വെള്ളമില്ല, കുറച്ച് വെള്ളം അധികമായി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വെള്ളം വേണമെങ്കിൽ നമുക്ക് ഈ കോക്കനട്ട് ഉള്ളിയും വഴറ്റണേൽക്ക് ഇട്ടിട്ട് ഒന്ന് വറ്റിച്ചെടുക്കാം. കാരണം അത് ഓവർ വെള്ളം ഉണ്ടെങ്കിൽ നമുക്ക് ഊറ്റിക്കളയാൻ നിവർത്തിയുള്ളൂ. കുറച്ച് വെള്ളമൊക്കെ ആണെങ്കിൽ അത് ഇതിലിട്ടിട്ട് വറ്റിച്ചെടുക്കാം. കാരണം അത് നമ്മൾ ടേസ്റ്റ് കൂടും നമുക്ക്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കാം. നല്ല ഡ്രൈ ആക്കി എടുക്കാം. കക്ക ഫ്രൈ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് ചപ്പാത്തിയുടെ കൂടെയോ ചോറിൻ്റെ കൂടെയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അപ്പത്തിൻ്റെ കൂടെയോ ഒക്കെ ആയിട്ട് നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു.